ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾ നിരോധിച്ച് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി. ജില്ലയുടെ പല ഭാഗങ്ങളിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നടപടി. ഹോട്ടൽ മേഖലയെ സാരമായി ബാധിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് ഹോട്ടൽ ഉടമകൾ ഈ മാസം 30 മുതൽ ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിക്കും. ഇസത്ത് സുൽഫിക്കർ വിവരങ്ങൾ നൽകാനുണ്ട്. ഇസത്ത്, ഈ പക്ഷിപ്പനി പടരുന്നത് ആശങ്കാജനകമാണ്. ഇതിൽ അധികൃതർ നടപടിയെടുക്കാത്തതിലാണോ ഇപ്പോൾ ഈ പ്രതിഷേധം? സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം പക്ഷിപ്പനി വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 26-ാം തീയതിയാണ് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. തുടർന്ന് വലിയ രീതിയിൽ പക്ഷികളെല്ലാം കൊന്നൊടുക്കുകയും അതുപോലെ തന്നെ കള്ളിങ് പോലെയുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കുകയും ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് വീണ്ടും ഹോട്ടലുകളിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചിക്കൻ വിഭവങ്ങൾ വിൽക്കാൻ പാടില്ല എന്നതാണ് ഇപ്പോൾ നിലവിലുള്ള ഓർഡർ. അതിന് പ്രതിഷേധിച്ചുകൊണ്ട് 30-ാം തീയതി മുതൽ ഹോട്ടൽ ഉടമകൾ ഹോട്ടൽ അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിലൊക്കെ ന്യായമായ രീതിയിൽ കച്ചവടം നടത്തുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നമ്മുടെ പിന്നിലുള്ള ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ കസേരകളെല്ലാം നിറഞ്ഞ കസേരകളായിരുന്നു ഇന്ന് ഉച്ചവരെ. ഈ കസേരകളിലും അതുപോലെ ഇന്നലെയൊക്കെ നോക്കുമ്പോൾ ഈ സമയത്തും ഭയങ്കര തിരക്കുള്ള ഒരു ടൈമായിരുന്നു, പ്രത്യേകിച്ച് വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ. പക്ഷേ ഈ ഒരു ഓർഡർ വന്നതിന് ശേഷം ഇന്നിപ്പോൾ കച്ചവടത്തെ സാരമായി ഇത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിൽ പരിശോധനയും കാര്യങ്ങളെല്ലാം നടന്നത്. പക്ഷിപ്പനിയെ തുടർന്നുണ്ടായ നടപടിയിൽ ഇപ്പോൾ ഈ ഹോട്ടലിലെ ജീവനക്കാർ നമ്മളോട് പ്രതികരിക്കുന്നതായിരിക്കും. എന്തായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് സേഫ്റ്റി അതോറിറ്റി എടുത്ത കാര്യങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് റെസ്റ്റോറൻറ്റിൽ അതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം സൺഡേ കൂടെ ആയതുകൊണ്ടും വെക്കേഷൻ സമയമായതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു. ആ സമയത്താണ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയിലെ 2 ഉദ്യോഗസ്ഥർ വരികയും ഇത് പക്ഷിപ്പനിയുടെ സ്പെഷ്യൽ ഡ്രൈവ് ആണെന്നും പറഞ്ഞിട്ട് നമ്മളോട് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും വിളമ്പൽ സെർവിങ് നിർത്തിവെക്കാനായിട്ടുള്ള ഓർഡർ തരികയും ചെയ്തു. അപ്പോൾ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡുകളെല്ലാം ഡിസ്പോസ് ചെയ്ത് കളയാനും അവർ നിർദ്ദേശിക്കുകയുണ്ടായി. ഏകദേശം ഒരു 200 ചിക്കൻ ഉള്ളതാണ് ഒരു സമയത്തേക്ക് ഞങ്ങൾ ചെയ്ത് വെക്കുന്നത്. ആ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻ രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഇന്ന് രാവിലെ ഫ്രഷായിട്ട് വന്ന ചിക്കനാണത്. ആ ചിക്കൻ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് സെർവ് ചെയ്യാനുള്ള ഒരുക്കത്തിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥർ കടന്നു വരികയും ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വിശദീകരിച്ചപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത്, സ്വാഭാവികമായും ഞങ്ങൾ ഒരു കസ്റ്റമർ ഫുഡിനെ കാത്തിരിക്കുമ്പോൾ അവരോട് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം ഒഴിവാക്കാനായിട്ട് ഈ മാഡത്തിനോട് തന്നെ ഞങ്ങൾ അതൊന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും അവർ അത് വിശദീകരിച്ച് തരികയും അങ്ങനെ വിപണനം നിർത്തിവെക്കുകയാണ് ഇന്നുണ്ടായത്. അതുകൊണ്ട് ഉണ്ടായ നഷ്ടം വലുതാണെങ്കിൽ പോലും അങ്ങനെ ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. ബിസിനസ്സിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ സമയത്തൊക്കെ ഞങ്ങളുടെ ഈ റെസ്റ്റോറൻറ്റ് ഫുള്ളാണ്, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ഫുള്ളാണെന്ന് പറഞ്ഞാൽ പുറത്തായാലും അകത്തായാലും ഫുൾ ഒക്യുപ്പൻസിയോടുകൂടിയാണ് ഞങ്ങൾ സൺഡേകളെ ട്രീറ്റ് ചെയ്യുന്നത്. ടോക്കൺ വെച്ച് വരെ തിരക്കുള്ള? തീർച്ചയായിട്ടും ഒരു 10 ടോക്കണിലുള്ള ആളുകൾ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യിക്കും. അതിനുശേഷമാണ് ഓരോരുത്തർക്കും അരമണിക്കൂറിൽ കൂടുതലും വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഈ പക്ഷിപ്പനി സാരമായിട്ട് ബാധിച്ചേക്കുന്ന മന്തി ഷോപ്പുകളെയാണ് തോന്നുന്നുണ്ടല്ലേ പ്രധാനം? അതെ, ചിക്കൻ്റെ വിഭവങ്ങൾ കൂടുതലായിട്ട് വിപണനം നടത്തുന്ന ഷോപ്പുകൾ. ഇവിടെ ആകുമ്പോൾ മന്തിയുണ്ട്, ഷവർമയുണ്ട്, ഷവായുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതെല്ലാം ചിക്കൻ്റെ വിഭവങ്ങളാണ് കൂടുതലും ഇവിടെ ഞങ്ങൾ വിറ്റ് കൊടുക്കുന്നത്. മറ്റു വിഭവങ്ങളിൽ അങ്ങനെ ഒരു ഇത് വരില്ല? ഇല്ല. അതിന് പകരമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ബീഫും മട്ടനും പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവി കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? നടപടികൾ എന്തൊക്കെയാണ്? അതിന് യൂണിയൻ KHRA യൂണിയൻ അതുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അവർ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതോടുകൂടി തന്നെ അധികാരികളുമായിട്ടൊരു കോംപ്രമൈസ് ചർച്ചയ്ക്കും വഴിവെളിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂ ഇയർ കാലമായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ വെക്കേഷൻ സമയത്തൊക്കെ നല്ല തിരക്കുള്ള ഒരു സമയമാണ് ആലപ്പുഴയിൽ ഉടനീളം നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ഹോട്ടൽ വ്യവസായത്തെയും മാംസ വ്യവസായത്തെയും എല്ലാം സാരമായി ബാധിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. ആലപ്പുഴയിൽ നിന്നും ഇസ്സത്ത് സുൽഫിക്കർ, മീഡിയ 1.